ഗുഡ് മോർണിംഗ്. മഴ നല്ല തകർത്ത് പെയ്യുകയാണ്. ഇന്നലെ രാത്രിയിലും മഴയായിരുന്നു. സംസ്ഥാനത്തുടനീളം ഇന്ന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറയാം. പക്ഷേ നല്ല രീതിയിലുള്ള മഴയോട് കൂടി തന്നെയാണ് രാവിലെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയും ഇതേ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. സംസ്ഥാനത്ത് വ്യാപക മഴ തന്നെയാണ് ഉണ്ടാവുക എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന അലർട്ടുകളിലും വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് തീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് ഈ റെഡ് അലർട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകൾ, അതായത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള 9 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. അതായത് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അതിശക്തമായ രീതിയിലുള്ള മഴ ലഭിക്കും എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളാണ് ഇവിടെ ജാഗ്രത പാലിക്കേണ്ടത് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ മഴയ്ക്കൊക്കെയും തന്നെ അതിശക്തമായ കാറ്റ് ഉണ്ടായിരുന്നു. 60 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റായിരുന്നു. അതേ രീതിയിലുള്ള പ്രതിഭാസം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം വടക്കൻ ഒഡീഷയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ സ്വാധീന ഫലമായാണ് വ്യാപക മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറൻ കാറ്റും ശക്തമായി തുടരുന്നു എന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റ് ഉണ്ടാകും. മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനങ്ങളിലും മറ്റും സഞ്ചരിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിലൂടെ പോകുന്ന ആളുകളും അതീവ ജാഗ്രത പാലിക്കണം. കാരണം ഇത്തരത്തിൽ ഷോക്കേൽക്കുന്ന, അതായത് മരം മുറിഞ്ഞ് പോസ്റ്റ് മറിഞ്ഞ് KCB ലൈനൊക്കെയും പൊട്ടുന്ന രീതി ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നടന്നു പോകുന്നവരാണെങ്കിലും വാഹനത്തിൽ പോകുന്നവരാണെങ്കിലും അതീവ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെയാണ് ഈ മോശം കാലാവസ്ഥയായതിനാൽ തന്നെ കടൽക്ഷോഭം സാധ്യത നിലകൊള്ളുന്നുണ്ട്. കടൽ തീരത്തൊക്കെയും തന്നെ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരപ്രദേശ മേഖലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലകൊള്ളുന്നത്. വിനോദസഞ്ചാരികൾ ബീച്ചിലേക്ക് ഇറങ്ങരുത് എന്ന് തന്നെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും വിവിധ ഇടങ്ങളിൽ കൂടുതൽ ജില്ലകളിൽ ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഏതായാലും വരുന്ന ഒരാഴ്ച വരെ ഇതേ രീതിയിലുള്ള മഴ തന്നെയാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. നിലവിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള ഇടങ്ങളിലൊക്കെയും തന്നെ ഖനന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള വിലക്ക്, ഇതൊക്കെയും തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ട്രോളിംഗ് ആണ് എങ്കിൽ കൂടിയും ചെറിയ വള്ളങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ. നിൽക്കുന്ന സ്ഥലം ഏതാണ്? അതിന്റെ ആ മഴയുടെ ഭംഗി കണ്ട് ചോദിച്ചാണ് എവിടെയാണ് നിൽക്കുന്നത്? ഞാനിപ്പോ മാനവീയത്താണുള്ളത്. മാനവീയം ഞങ്ങൾ വരുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോ കറക്റ്റ് ആ ഒരു സമയം മാനവീയത്തിന്റെ മഴ നിറഞ്ഞു നിൽക്കുന്ന മാനവീയത്തിന്റെ ഭംഗി ഞങ്ങളെ കൂടി ഒന്ന് കാണിക്കുക. മാനസ അവിടെ നിന്ന് മാത്രം കണ്ടാൽ മതിയോ? ഞങ്ങൾ കൂടി കാണണ്ടേ? തീർച്ചയായും ക്യാമറാമാൻ ബിച്ചു ചേട്ടൻ ഈ മാനവീയത്തിന്റെ ഈ ഒരു ഭംഗി കൂടി കാണിച്ചു തരുന്നതായിരിക്കും. ഏതായാലും ഇപ്പോൾ മഴയായതുകൊണ്ട് മാനവീയത്തിൽ രാവിലെ ഈ ചായ കുടിക്കാൻ വരുന്നവരൊഴിച്ച് ബാക്കി ആരും തന്നെ ഇല്ല. രാവിലെ ഈ മാനവീയത്തിൽ നിന്ന് ഒരു ചായ കുടിക്കുന്ന ആളുകൾ, അത് ഒരു പതിവ് കാഴ്ച തന്നെയാണ്. അത് ഇവിടെ ഉണ്ടാകാറുണ്ട്. അത് ഇന്നും ഉണ്ട്. പക്ഷേ ആളുകളുടെ കുറവുണ്ട്. കാരണം ഇത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴയാണ് എന്ന മുന്നറിയിപ്പ് എല്ലായിടങ്ങളിലും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ വ്യായാമവും മറ്റും ചെയ്യുന്നവർ, നടക്കാൻ ഇറങ്ങുന്നവർക്കും തന്നെ നേരത്തെ വന്ന് അല്ലെങ്കിൽ മഴയില്ലാത്ത സമയത്ത് നോക്കി കഴിഞ്ഞ് പോകുന്നവരായിരിക്കും. അതുകൊണ്ട് ആ ഒരു കാഴ്ച നിലവിൽ ഇപ്പോൾ ഇല്ല. കാരണം മഴ തന്നെയാണ്. ഏതായാലും ഈ ഒരു രീതിയിൽ ഇത്തരം സഞ്ചാരികളോടൊക്കെയും തന്നെ പറയാനുള്ളത് പൊതുവിടത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെയാണ് ഈ മലയോര വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞതുപോലെ നൽകിയിരിക്കുന്നത്. മാനസ, നമ്മൾ യാത്ര ചെയ്യുന്നവർ ആലോചിക്കുന്നവരോടൊക്കെ പറയുന്നത് മഴയാണ്. പറ്റുന്ന യാത്രകളാണെങ്കിൽ മാറ്റിവെക്കുക. മഴ കഴിഞ്ഞ് നമുക്ക് പോകാമെന്നേ, മഴ കഴിഞ്ഞ സമയമുണ്ടല്ലോ, ഇഷ്ടംപടി സമയമുണ്ട്. തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക. കാരണം എപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മഴ അത്രമാത്രം രൂക്ഷമാണ്. 5 ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട്. പ്രത്യേകിച്ചും മലബാർ മേഖലയിലുള്ളവരാണ് കരുതിയിരിക്കേണ്ടത്. കാരണം ഈ റെഡ് അലർട്ടുള്ള 5 ജില്ലകളും മലബാറിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.